ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും അല്ലാഹു നമ്മയെല്ലാം സഹായിക്കുമാറാകട്ടെ. നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന, പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും, പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ മുഹമ്മദ് കുട്ടി ഉസ്താദ്, അവർക്ക് അല്ലാഹു ആഖിറം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെയും ഇതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ്. ഈ ഭൂമുഖത്തുള്ളത് സകലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും മറ്റൊരു സംവിധാനം അല്ലാഹു നാളെ ആഖിറത്തിനു വേണ്ടി ഉണ്ടാക്കുകയും ചെയ്യും. നമ്മളും താൽക്കാലികമായ ദുനിയാവിലെ ജീവിതത്തിലാണ് ഇപ്പോൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ശാശ്വതമായ കാലാകാല ഒരു ജീവിതം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പേ കടന്നുപോയ നമ്മുടെ കൂട്ടുകാർ, കുടുംബക്കാർ, നമ്മളുമായി പരിചയമുള്ളവർ, അവരൊക്കെ ആദ്യമേ ആ സ്ഥലത്തേക്ക് യാത്രയായി എന്ന് മാത്രമേ ഉള്ളൂ. താമസിയാതെ നമ്മളും അവർ യാത്ര ചെയ്തതുപോലെ നമ്മുടെ ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് മടങ്ങേണ്ടവരാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ഭൂമുഖത്തുള്ളത് സകലതും നശിച്ചു പോകും, എല്ലാം ഇല്ലാണ്ടാകും, എല്ലാവരെയും അല്ലാഹു മരിപ്പിക്കും, എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങും. ഒന്നിനും ശാശ്വതത്വമില്ല, കാലാകാലം ഒന്നും നിലനിൽക്കുകയില്ല, എല്ലാം താൽക്കാലികമാണ്, എല്ലാവരും കുറഞ്ഞ കാലത്തേക്കാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക, പക്ഷേ നിന്റെ റബ്ബിന്റെ വജ്ഹ് അത് അവശേഷിക്കും. ദുൽ ജലാലി വൽ ഇക്റാം, ഔദാര്യത്തിന്റെയും മഹത്വത്തിന്റെയും ഉടമസ്ഥനായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു മാത്രമാണ് അവശേഷിക്കുക. ബാക്കിയെല്ലാം താൽക്കാലികമാണ്, എല്ലാം തീർന്നു പോകുന്നതാണ്. പിന്നീട് അല്ലാഹു രണ്ടാമത്തെ സെറ്റപ്പിലാണ്, രണ്ടാമത്തെ സൂറന്ന കാഹളത്തിൽ ഊതിയതിനു ശേഷമാണ് മനുഷ്യർക്ക് സ്വർഗത്തിൽ ഒരു വിഭാഗത്തിന്, മറ്റൊരു വിഭാഗത്തിന് നരകത്തിലൊക്കെ ശാശ്വതമായ സംവിധാനങ്ങൾ അല്ലാഹു ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനങ്ങളും ഈ ഏർപ്പാടുകളുമെല്ലാം കുറഞ്ഞ കാലത്തേക്കുള്ളതാണ്, താൽക്കാലികമായതാണ്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങളും ദുനിയാവിൽ എന്തെല്ലാം വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടിയാലും, എത്ര സുശക്തമായ ഏർപ്പാടുകളിൽ നമ്മൾ ജീവിച്ചാലും, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകുമ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഈ കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, നമ്മൾ അല്ലാഹു ഉണർത്തുകയാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ സുശക്തമായ കൊത്തളങ്ങൾക്കുള്ളിൽ താമസിച്ചാലും, എത്ര ഭദ്രമായ സൗകര്യങ്ങൾക്കുള്ളിൽ താമസിച്ചാലും, നിങ്ങളുടെ അടുത്തിലേക്കും മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്തിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ എവിടെയായാലും നിങ്ങൾക്ക് തീരുമാനിച്ച സമയത്ത് മലക്കുൽ മൗത്ത് വരിക തന്നെ ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്ക് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. നമുക്കൊക്കെ ചിന്തിക്കാനും ഗുണപാഠത്തിനും പറ്റിയൊരു വാക്കാണ്. അല്ലാഹു പ്രവാചകനോട് പറയുണ്ടായി, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അല്ലാഹു പറയാണ്, നാം ഈ ഭൂമുഖത്ത് താങ്കൾക്ക് മുമ്പ് ആർക്കും കാലാകാലത്തെ ജീവിതം നൽകിയിട്ടില്ല. താങ്കൾക്ക് മുമ്പ് എത്രയോ ദീർഘമായ കാലങ്ങളിൽ ജീവിച്ച ആളുകൾ ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നു. വർഷങ്ങളോളം അവർ ജീവിച്ചിരുന്നു, ആയിരക്കണക്കിന് വർഷം ജീവിച്ച ആളുകളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ വമാ ജഅൽനാ ലിബശരിൻ, ഒരു മനുഷ്യനെയും നാം കാലാകാലത്തെ ജീവിതത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടില്ല. മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇം മിത്ത, താങ്കളും മരണപ്പെടും, താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ ഫഹുമുൽ ഖാലിദൂൻ, പിന്നെ അവര് കാലാകാലം ഇവിടെ നിൽക്കുമോ? അഥവാ മുശ്രിക്കീങ്ങൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, ദുനിയാവിൽ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ മറന്നുപോകുന്നവർ, മരണത്തെക്കുറിച്ച്, ആഖിറത്തെക്കുറിച്ച്, അവര് പിന്നെ കാലാകാലം ജീവിക്കുമോ? താങ്കൾ പോലും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട
താങ്കൾ പോലും മരിക്കും, താങ്കളെ പോലും ഞാൻ പിടിക്കും, താങ്കൾക്ക് പോലും മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അഫഇമ്മിത്തഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. തീർച്ചയായും ഓരോ ആത്മാവും ഓരോ ശരീരവും മരണം രുചിക്കുക തന്നെ ചെയ്യും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈറിലൂടെയും ശർറിലൂടെയും നാം നിങ്ങളെ പരീക്ഷണം നടത്തുകയാണ്. വഇലൈനാ തുർജഊൻ, പിന്നെ നിങ്ങളൊക്കെ നമ്മുടെ അടുക്കലേക്കാണ് മടങ്ങി വരാനുള്ളത്. എത്ര കഠിനമായ താക്കീതാണ് അള്ളാഹുവിന്റെ, എത്ര ശക്തമായ വാക്കുകളാണ് പ്രവാചകനോട് അള്ളാഹു പറയുകയാണ്. താങ്കൾ മരിക്കുമെങ്കിൽ പിന്നെ ഇവിടെ ആരാണ് കാലാകാലം ജീവിക്കുക? താങ്കൾക്ക് പോലും മരണം വന്ന് പിടികൂടുമെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കാണ് എപ്പോഴും ജീവിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ആർക്കും അങ്ങനെ സാധ്യമല്ല. എല്ലാവരും അതിലൂടെ കടന്നു പോകണം. മരണത്തിന്റെ കവാടത്തിലൂടെ കടന്നു പോകാതെ ആർക്കും ഇവിടെ കാലാകാലം ശാശ്വതനായി കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല. ചില സമയത്ത് ഖൈറിന്റെ നേരമായിരിക്കും, ചില സമയത്ത് നന്മയുടെ അവസ്ഥകളായിരിക്കും, അഭിവൃദ്ധിയും സന്തോഷവും കാണാൻ കഴിയും. ചില സമയത്ത് പ്രയാസങ്ങളും ഞെരുക്കങ്ങളുമായിരിക്കും. അതൊക്കെ പരീക്ഷണമാണ് ദുനിയാവിന്റെ. പക്ഷേ എല്ലാവരും ലൈനിലാണ്, ഓരോരുത്തരും ലൈനിലാണ്. അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഊഴമെത്തുമ്പോഴാണ് അവരെ ആ കവാടത്തിലൂടെ കടത്തിവിടുക. ചില ആളുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നേരത്തെ കടത്തിവിടും. ചില ആളുകളെ അല്പം താമസിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കും. എന്തായാലും എല്ലാവരും ആ കവാടത്തിലൂടെ കടന്നു പോകണം. ഓരോരുത്തരും അവരുടെ ഊഴം കാത്ത് ലൈനിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സത്യം മരണമാണ്, ജീവിതം ഉറപ്പില്ലാത്തതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെ മുന്തിച്ചു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അള്ളാഹുവാണ് മരണം സൃഷ്ടിച്ചവൻ. മരണത്തെയാണ് ആദ്യം എന്ന് പറഞ്ഞത്. കാരണം അതാണ് ഉറപ്പുള്ളത്, അത് ഗ്യാരണ്ടിയാണ്, എന്തായാലും വരും. പക്ഷെ ജീവിതം അതിനൊരു ഉറപ്പില്ല, അതേത് സമയവും തീർന്നു പോകും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാകും, പക്ഷെ ഉപയോഗിക്കുന്ന നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അള്ളാഹു പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഈ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ പരിശോധിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം നിങ്ങൾക്ക് നൽകിയത്. ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നത്? ആ ഒരു പരിശോധന മാത്രമാണ് ഈ ദുനിയാവിൽ നടക്കുന്നത്. അള്ളാഹു എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു എല്ലാവരെയും നിരീക്ഷിക്കുകയാണ്. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി. എല്ലാവരുടെയും മുകളിൽ അള്ളാഹുവിന്റെ നിയന്ത്രണമുണ്ട്. ലോകത്തുള്ള സകല സൃഷ്ടികളെയും അടക്കി ഭരിക്കുന്നവൻ, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാൻ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി വയുർസിലു അലൈക്കും ഹഫള. എപ്പോഴും അവരുടെ അടുക്കലേക്ക് അവൻ മലക്കുകളെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും മനുഷ്യരുടെ അടുക്കലേക്ക് മലക്കുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും വരുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. പക്ഷേ അള്ളാഹു പറയാണ്, പിന്നെ അവരുടെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ തവഫതു റുസുലുന, നമ്മുടെ ദൂതന്മാർ അവരെ പിടിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരും. തവഫതു റുസുലുന വഹും ലാ യുഫരിത്തൂൻ. അതിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. ആ സമയം എത്തിക്കഴിഞ്ഞാൽ അവർ സാധാരണ വരാറുണ്ട്, പരസ്പരം കാണാറുണ്ട്. നിന്റെ ടൈം എത്തുമ്പോഴാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവരിക. അതാണ് അള്ളാഹുവിന്റെ വാക്ക്, വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി വയുർസിലു അലൈക്കും ഹഫള ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്. മരണം ആസന്നമാകുമ്പോഴാണ് അവർ പറയുക, പോകാൻ സമയമായി. പക്ഷെ എപ്പോഴും നിന്നെ കാണുന്നുണ്ട്, അവർ നിന്നെ വീക്ഷിക്കുന്നുണ്ട്, നിനക്ക് പോകാനുള്ള സമയം അടുത്തതാണെന്ന് അവർ അറിയിക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാൻ നിനക്ക് മനസ്സില്ല. അതുകൊണ്ട് നീ ദുനിയാവിന്റെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ നിന്നെ മടക്കപ്പെടുന്നത് എങ്ങോട്ടേക്കാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഈ ലോകത്ത് ഭൗതിക ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല, അത് പ്രവാചകന്മാരാണ് പറയേണ്ടത്. അത് പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് മനുഷ്യന്റെ മരണശേഷം എന്താണ് അവന് സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. സുമ്മ റുദ്ദൂ ഇലല്ലാഹ് മൗലാഹുമുൽ ഹഖ് അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാസിബീൻ. പിന്നീട് അവരെ മടക്കപ്പെടുന്നത് അവരുടെ ഒക്കെ സംരക്ഷകനായ അള്ളാഹുവിലേക്കാണ്. മൗലാഹുമുൽ ഹഖ്, അവരുടെ യഥാർത്ഥ സംരക്ഷകനിലേക്ക് അവരെ മടക്കപ്പെടുകയാണ്. അലാ ലഹുൽ ഹുക്മു, അറിയുക അവനാണ് വിധികർത്തൃത്വം, തീരുമാനത്തിന് അധികാരം. ആർക്കും ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. നമ്മൾ വെറുതെ തീരുമാനിക്കുകയാണ്, നാളെ അല്ലെങ്കിൽ മറ്റന്നാള്, അടുത്ത ആഴ്ച, അടുത്ത മാസം എന്നൊക്കെ പലതും നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ ഏറ്റവും വലിയ തീരുമാനമെടുക്കാനുള്ള പവറും കഴിവും യോഗ്യതയുമുള്ളത് അവന് മാത്രമാണ്. അവനാണ് നിന്റെ സൃഷ്ടാവ്. അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാസിബീൻ.
അവൻ വിചാരണ വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിവുള്ളവനാണ്. ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയവരുടെ വിചാരണ നടത്താൻ അള്ളാഹുവിന് പ്രയാസമില്ല. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാശി ഇവിടെ ജീവിച്ചു പോയാലും അവരൊക്കെ കൃത്യമായി വിചാരണ അള്ളാഹു നടത്തും. അതിന് അള്ളാഹുവിന് കഴിവുണ്ട്. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇതൊരു സത്യമാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടും. അതാണ് മരണത്തിന് ശേഷം സംഭവിക്കാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. പിന്നീടാണ് നമ്മളുടെ നന്മ തിന്മകളുടെ അമലുകളുടെ പ്രതിഫലങ്ങൾ നമുക്ക് പൂർണ്ണമായി നൽകപ്പെടുക. ദുനിയാവിൽ ഒരാൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ ദുനിയാവിൽ സൗകര്യമില്ല. ഒരാൾ ചെയ്ത തിന്മക്കനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കാൻ ദുനിയാവിൽ സൗകര്യമില്ല. 100 പേരെ കൊന്ന ഒരു മനുഷ്യനെ ഒരു പ്രാവശ്യമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. വലിയ വലിയ അമലുകൾ ചെയ്യുന്ന ആളുകൾ പോലും ദുനിയാവിൽ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോവുക. ദാരിദ്ര്യങ്ങൾ, കഷ്ടപ്പാടുകൾ, ചെറ്റക്കുടിലുകൾ, പട്ടിണികൾ. പ്രവാചകന്റെ ജീവിതത്തിൽ പോലും എത്ര രാത്രികൾ പ്രവാചകൻ പട്ടിണിയിലായിരുന്നു. നല്ല വസ്ത്രം ധരിക്കാൻ പ്രവാചകന് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. രാത്രി ഉറങ്ങാൻ നല്ലൊരു മെത്ത ഉണ്ടായിരുന്നില്ല. തലയണയായി പ്രവാചകൻ വെച്ചിരുന്നത് ഈത്തപ്പഴത്തിന്റെ കുരു നിറച്ച തലയണയായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും അല്ലാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം സംഭവിക്കും. അങ്ങനെ നിങ്ങൾ മരണപ്പെട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമാക്കി തരിക. അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ, ദുഷ്കർമ്മങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങൾ എന്താണ് ദുനിയാവിൽ പ്രവർത്തിച്ചത് അത് കൃത്യമായി നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റും. നന്മ ചെയ്തവർ ആ നന്മ അവർ ആ സമയത്ത് കാണും. തോഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കൂലി നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും. ഒരു കുറവും അല്ലാഹു വരുത്തൂല, ഒരു പോരായ്മയും ഇതിൽ സംഭവിക്കൂല. നിങ്ങൾ ചെയ്തത് കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ പറയുണ്ടായി, ഒരു നന്മക്ക് 10 ഇരട്ടിയാണ്, ഒരു തിന്മക്ക് 1 മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഈ 1 10നേക്കാൾ അധികരിച്ചു പോവുകയാണെങ്കിൽ അവരെത്ര വലിയ ഭാഗ്യം കെട്ടവനാണ്. കാരണം ഒരു നന്മക്ക് അല്ലാഹു 10 ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടും ഒരു തിന്മ കൊണ്ട് അവൻ നശിച്ചു പോവുകയാണെങ്കിൽ അവൻ എത്ര വലിയ നഷ്ടവാളിയാണ്. അത് ഏറ്റവും വലിയ നഷ്ടവാളി മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ പറയുണ്ടായി. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരെങ്കിലും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവനെ സ്വർഗാവകാശിയാക്കി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അവൻ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ദുനിയാവിൽ നല്ലൊരു വീടെടുത്താൽ അവന് വിജയിക്കുന്നില്ല, നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്താൽ അവൻ വിജയിക്കുന്നില്ല, നല്ലൊരു ശമ്പളക്കാരനായാൽ, വരുമാനക്കാരനായാൽ അവൻ വിജയിക്കുന്നില്ല. മറിച്ച് അവന്റെ 2 കാലും സ്വർഗത്തിലേക്ക് വെച്ചു കഴിയുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ വിജയിയാകുന്നത്. അതുവരെ അവൻ അത് പ്രതീക്ഷിച്ചു കഴിയുകയാണ്. അതിന്റെ ഭയപ്പാടിലാണ് ജീവിക്കേണ്ടത്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അറിയുക, ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ ചരക്കാണ്. ഇതിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുകയാണ്, ഇത് വഞ്ചനയുടെ ചരക്കാണ്, ഇത് താൽക്കാലികമായ സെറ്റപ്പാണ്, ഇത് കാലാകാലത്തേക്കുള്ള സൗകര്യമല്ല, ഇത് നിങ്ങളെ തന്നെ വഞ്ചിക്കും. ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയുന്നു. സ്വന്തം ഭർത്താവ് പോയി, പിന്നെ യുദ്ധ കഴിഞ്ഞാൽ ആ ഭാര്യയെ വേറൊരാൾ കല്യാണം കഴിക്കുകയാണ്. പിന്നെ ഈ ചെറിയ മക്കള് സ്വന്തം ഉപ്പാക്ക് പകരം വിളിക്കുന്നത് മറ്റൊരാളെയാണ് ഉപ്പ എന്ന് വിളിക്കുന്നത്. ബഹുമാനികളെ, നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ മരണശേഷം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സംഭവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. താൽക്കാലികമാണ്. ഇതൊക്കെ വഞ്ചനയുടെ ചരക്കാണ്. നമ്മളതാണ് എന്ന് പറയും. മാലി മാലി മനുഷ്യൻ പറയുകയാണ്, ഇതെന്റേത് എന്ന് പറയുകയാണ്. എന്റെ ധനം നിന്റേത് എന്ന് പറയാൻ നിനക്ക് എന്താ ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി. നീ തിന്നത് നിന്റേതാണ്, നീ ഉടുത്തു നുരുമ്പിപ്പോയത് നിന്റേതാണ്, നീ സദഖ ചെയ്ത് അവശേഷിപ്പിച്ചത് നിന്റേതാണ്, ബാക്കിയൊന്നും നിന്റേതല്ല. അതൊക്കെ നാളെ എന്റേതാണെന്ന് പറയാൻ വേറെ ആൾക്കാർ കാത്തിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ താൽക്കാലികമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് അല്ലാഹുവിലേക്ക് യാത്രയായി കഴിയുമ്പോഴാണ് അവന്റെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കപ്പെടുക. ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കാം, ഇവിടെ അതൊക്കെ വരുമ്പം കാണാം എന്ന് വിചാരിക്കുന്ന ആളുകൾ വലിയ അപകടത്തിലാണ്.
അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ, വലൗ തറാ ഇദൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമം ചെയ്ത് തിന്മകൾ ചെയ്ത് ഹറാമുകൾ ചെയ്ത് അള്ളാഹുവിനെ ഓർക്കാതെ അള്ളാഹുവിനോട് തൗബ ചെയ്യാതെ ജീവിതത്തെ തിരുത്താതെ ജീവിച്ച ആളുകളുടെ മരണത്തിന്റെ വെപ്രാളം നിനക്ക് കാണാൻ കഴിയും. വലൗ തറാ ഇദൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരെ അടിച്ച് പ്രഹരിച്ചിട്ടാണ് അവരുടെ റൂഹ് പുറത്തേക്ക് എടുക്കുക. എന്ന് മാത്രമല്ല, അഖ്രിജു അൻഫുസക്കും, അവരുടെ റൂഹിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ആ മലക്കുകൾ അവരെ അടിച്ച് പ്രയാസപ്പെടുത്തും. എന്നിട്ട് അവരോട് പറയും, ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന് നിങ്ങൾ വേദനാജനകമായ ശിക്ഷ രുചിച്ചു കൊള്ളുക. ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, നിങ്ങൾ അഹങ്കാരികളായിരുന്നല്ലോ, ദുനിയാവിൽ വലിയ പൊങ്ങച്ചക്കാരായിരുന്നല്ലോ, നിങ്ങൾ പലതും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, എവിടെ പോയി? നിങ്ങൾ അള്ളാഹുവിനെ വെല്ലുവിളിച്ചു, അള്ളാഹിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ചു, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയ സൗകര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി. അപ്പൊ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരുടെ കൈകൾ കൊണ്ട് അവന്റെ മുഖത്തും അവന്റെ പിരടിയിലും ഒക്കെ അടിച്ച് ശരിപ്പെടുത്തി അവന്റെ റൂഹ് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം നീ കണ്ടിരുന്നെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വലൗ തറാ, നിനക്കത് കാണാൻ കഴിയില്ല, അത്രയും പ്രയാസമാണ് ആ മരണത്തിന്റെ വെപ്രാളം, ആ മരണത്തിന്റെ വേദന. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, നീ മരണത്തിന്റെ പ്രയാസം എനിക്ക് എളുപ്പാക്കി തരണം. പ്രവാചകൻ പോലും ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, അവിശ്വാസികൾ, ധിക്കാരികൾ, അഹങ്കാരികൾ അവരുടെ റൂഹിനെ പുറത്തെടുക്കുന്ന സമയത്ത് മലക്കുകൾ അവരുടെ മുഖത്തും പെരടിയിലും ഒക്കെ അടിക്കുന്നത് നീ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നരകം, ചില ആൾക്കാർ പറയും, നമ്മൾ എന്തായാലും വിശ്വാസികളല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവരല്ലേ, ഒരു ദിവസം എന്തായാലും സ്വർഗത്തിൽ കടക്കും, അപ്പൊ ദുനിയാവിൽ അത്യാവശ്യം കളിക്കാം, പിന്നെ ലാസ്റ്റ് നമ്മൾ സ്വർഗത്തിലെത്തുമല്ലോ. ഒരു നിമിഷം പോലും അത് അനുഭവിക്കാൻ സാധ്യമല്ല. ദുനിയാവിലെത്തി മെഴുകുതിരി ഒന്ന് കത്തിച്ച് അതിന്റെ മുകളിൽ നമ്മുടെ വിരലൊന്ന് അല്പസമയം വെക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വെക്കാൻ കഴിയോ? പിന്നെ എങ്ങനെ ഇതിന്റെ 70 ഇരട്ടി കടുപ്പമുള്ള നരകം നമ്മൾ സഹിക്കും? അങ്ങനത്തെ ഒരു വാക്ക് പോലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വാക്ക് പോലും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ സുബഹിക്ക് 7 പ്രാവശ്യം അള്ളാഹിനോട് പറയണം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ കാക്കണേ. മഗ്രിബിന് ശേഷം പറയണം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ കാക്കണേ. പ്രവാചകൻ പഠിപ്പിച്ചു, ഇത് പറഞ്ഞ ആളെ അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, നാളെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ നൽകപ്പെടുന്ന ഒരു മനുഷ്യ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, നഅലാനി ശിറാകാനി മിൻ നാരിൻ, നരകത്തിന്റെ 2 ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ആ ചെരുപ്പ് ആ നരകത്തിന്റെ ചൂട് കാരണം അവന്റെ തലച്ചോറ് തിളച്ചു മറിയും. എണ്ണ കാരണം ചട്ടിയിൽ എണ്ണ തിളച്ച് ചൂട് കൊണ്ട് തിളച്ചു മറിയുന്നത് പോലെ ആ മനുഷ്യൻ വിചാരിക്കുന്നത് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എനിക്കാണെന്നാണ്. പക്ഷെ സത്യത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകളുടെ മരണത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നത്, ദുർഗന്ധമാണ് അവരുടെ ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരിക. അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കാത്ത കാലത്തോളം അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അള്ളാന്റെ ഉപമ നോക്ക്, എത്ര നല്ല ഉപമയാണ് അള്ളാഹ് പറഞ്ഞത്. ഒരിക്കലും ഒരു ഒട്ടകത്തെ സൂചിയുടെ ദ്വാരത്തിലൂടെ കടത്താൻ സാധ്യമല്ല. ഇതേപോലെയാണ് അഹങ്കാരികളും ധിക്കാരികളും നിഷേധികളും പൊങ്ങച്ചക്കാരും ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. കാരണം എന്താണ്? അവർ അള്ളാനെ വെല്ലുവിളിച്ചു, തോന്നിയാസങ്ങൾ ചെയ്തു, ധിക്കാരങ്ങൾ പ്രവർത്തിച്ചു. ലഹും മിൻ ജഹന്നമ മിഹാദുൻ വമിൻ ഫൗഖിഹിം ഗവാഷ് വകദാലിക നജ്സിൽ ളാലിമീൻ. നരകത്തിന്റെ വിരിപ്പാണ്, നരകത്തിന്റെ പുതപ്പാണ് എന്ന് പറഞ്ഞ് വിരിപ്പും പുതപ്പും അവിടെ കൊടുക്കുന്നല്ല. അവരുടെ അടിയിലും തീയാണ്, മുകളിലും തീയാണ്. അതിലാണ് കാലാകാലത്തെ പരീക്ഷണമാണ്. അതുകൊണ്ട് അത് താൽക്കാലികമല്ല, അത് വിട്ടുമാറാത്തൊരു വിപത്താണ്. അതിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അള്ളാഹിന്റെ ഒരു പ്രത്യേകതയാണ്, നരകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ അതിന്റെ കൂട്ടത്തിൽ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയും. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഈമാനുള്ളവർ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ,
അവരോട് അള്ളാഹു അവർക്ക് പറ്റാത്തത് കൽപ്പിക്കുന്നില്ല. ഒരാൾക്ക് സാധ്യമല്ലാത്തത് അയാൾ ചെയ്യണ്ട. അള്ളാഹിന്റെ വാക്ക് എത്ര കൃത്യമാണ്, അള്ളാഹ് എത്ര കരുണയുള്ളവനാണ്. അള്ളാഹു പറയണം, നിനക്ക് പറ്റുന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ, പറ്റാത്തത് നീ ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് പറ്റുന്നത് നീ ചെയ്താൽ ഉലൈക അസ്ഹാബുൽ ജന്ന, നീ കാലാകാലം സ്വർഗത്തിലാണ്. ഹും ഫീഹാ ഖാലിദൂൻ, നീ അനിശ്ചിതകാലം എപ്പോഴും സ്വർഗത്തിലായിരിക്കും, നിനക്ക് സന്തോഷമായിരിക്കും. എന്ന് മാത്രമല്ല, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികളിൽ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഗില്ല് ഞാൻ മാറ്റിത്തരും എന്ന് അള്ളാഹു പറയാണ്. ഗില്ല് എന്ന് പറഞ്ഞാൽ പക, പരസ്പര വിദ്വേഷം. അതുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരിക്കലും കടക്കാൻ സാധ്യമല്ല. ഇന്ന് നമ്മൾ ആഖിറത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ പരസ്പരം വൈരത്തിലാണ്, പിണക്കത്തിലാണ്. ജ്യേഷ്ഠാനുജന്മാര്, അതുപോലെ തന്നെ ഉമ്മയും മക്കളും. പലപ്പോഴും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്നത് എന്തിനാണ്? ദുനിയാവിന്റെ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സത്യത്തിൽ അള്ളാഹു പറയുന്നത്, ഒരാളുടെ ഹൃദയത്തിൽ ഗില്ലുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല എന്നാണ്. സ്വർഗത്തിൽ കടക്കും ആദ്യം അള്ളാഹു പരിശോധിക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പകയുണ്ടോ എന്നാണ്. അള്ളാഹു പറയുന്നത്, ആ പകയുടെ കറകളുടെ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കിയിട്ടേ ആ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുള്ളൂ. ദുനിയാവിൽ അങ്ങനെ വന്നു പോകാൻ സാധ്യതയുണ്ട്. മുസ്ലിമീങ്ങൾക്ക് വരും, മൂമിനീങ്ങൾക്ക് വരും. പക്ഷെ അതിനെ നമ്മൾ ഒതുക്കി വെക്കണം, അള്ളാഹിനോട് പറയണം, അള്ളാഹു അതിൽ തന്നെ രക്ഷപ്പെടുത്തണം. അത് വളർത്താൻ പാടില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഗില്ല്, വെറുപ്പോ അസൂയയോ ആരോടെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ താലോലിച്ച് വളർത്തി വലുതാക്കി അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരിക്കലും അവർക്ക് സ്വർഗമില്ല എന്ന് അള്ളാഹു പറയുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ക്വാളിറ്റി അള്ളാഹു പറയുന്നത്, അവരുടെ ഹൃദയത്തിൽ നിന്നും ഗില്ല് നാം ഒഴിവാക്കും. ആ ഒരു പകയുടെ വെറുപ്പിന്റെ മനസ്സുള്ളാക്ക് അതിൽ കടക്കാൻ കഴിയില്ല. നല്ല ശുദ്ധമായ ഹൃദയമുള്ളവരാണ് അതിൽ കടക്കുക, ഇഖ്ലാസ് ഉള്ളവരാണ് അതിൽ കടക്കുക. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുകയാണ്. അവർ സ്വർഗത്തിൽ വെച്ച് പറയുമെന്നാണ്, ലൗലാ ഹദാനല്ലാഹ്, അല്ലാഹു നമുക്ക് സന്മാർഗം നൽകിയത് കൊണ്ടാണ് നമ്മൾ ഈ സ്വർഗത്തിൽ എത്തിയത്. ലിനഹ്തദിയ ലൗലാ ഹദാനല്ലാഹ്, നമുക്ക് അല്ലാഹ് സന്മാർഗം തന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും ഈ സ്വർഗത്തിൽ നമുക്ക് എത്താൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തിൽ സന്മാർഗം ഇട്ടുതരേണ്ടത് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ സന്മാർഗം ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ, അല്ലാഹുവേ നമുക്ക് നീ സന്മാർഗം നൽകണേ. നമ്മൾ ഓരോ ഫാത്തിഹയിലും അല്ലാഹുവിനോട് ചോദിക്കുന്നത് സന്മാർഗത്തിന് വേണ്ടിയാണ്. ആ സന്മാർഗത്തിന്റെ ആ അനുഗ്രഹത്തിന്റെ പേരിൽ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പരസ്പരം ആ ഒരു അനുഗ്രഹം എടുത്തു പറഞ്ഞ് ഇത് അള്ളാഹിന്റെ നിഅമത്താണ്. പ്രവാചകൻ അള്ളാഹ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാർ അവരുടെ അടുത്ത കുടുംബക്കാർക്കാണ് കൊടുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കയ്യിൽ ഹിദായത്ത് ആയതുകൊണ്ടാണ് എന്നെ പോലെ ആരും അറിയാത്ത കറുത്തിരുണ്ട വിരൂപിയായ നീക്കുറ അടിമയായ ഒട്ടകത്തൊഴുത്തിൽ ജീവിച്ച എനിക്ക് ഹിദായത്ത് കിട്ടിയത്. ഇത് പ്രവാചകൻ അള്ളാഹ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ പ്രവാചകന്റെ അടുത്ത ബന്ധുക്കൾക്കായിരുന്നു ആദ്യം അത് വീതിച്ചു കൊടുക്കപ്പെടുക. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹ്ക്ക് സമ്പത്തിന്റെ ആവശ്യമില്ല, ദുനിയാവിൽ അനുഗ്രഹങ്ങൾ ഉണ്ടോ തറവാടുണ്ടോ എന്നൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ഒരു മനുഷ്യൻ അള്ളാഹിനോട് ഹിദായത്ത് തേടിയാൽ ആ മനുഷ്യൻ അള്ളാഹ് സന്മാർഗം കൊടുത്തിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മൾ ആശിക്കണം. ആശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവാചകന്മാർ ആഗ്രഹിച്ചാൽ പോലും കിട്ടൂല, എത്ര വലിയ ഔലിയാക്കൾ ആഗ്രഹിച്ചാലും കിട്ടൂല, ഈ ലോകത്ത് ആര് വിചാരിച്ചാലും കിട്ടൂല. അതാണ് നബിതങ്ങൾ അബൂ താലിബിന് വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ അബൂ താലിബ് ആഗ്രഹിച്ചില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം ഉപ്പാക്ക് ആഗ്രഹിച്ചു, പക്ഷെ ഉപ്പ ആഗ്രഹിച്ചില്ല. നൂഹ് നബി അലൈഹി സ്വലാം ഭാര്യക്കും മകനും വേണ്ടി ആഗ്രഹിച്ചു, പക്ഷേ ഭാര്യയും മകനും ആഗ്രഹിച്ചില്ല. ലൂത്ത് നബി ഭാര്യയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ ഭാര്യ ആഗ്രഹിച്ചില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹുവേ എനിക്കൊരു മാറ്റം വേണം, ഞാൻ അള്ളാഹുവെ നിന്നിലേക്ക് അടുക്കുകയാണ്, എന്റെ ജീവിതം തിരുത്തണം, അള്ളാഹു നിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമായ സ്വർഗത്തിലെത്തണം എന്നൊരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ നബിതങ്ങൾ പറയാണ്, അഅദത്തുൽ ഇബാദിയ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ എന്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗമാണ്. വലാ ഉദ്മ സമീഅത്, ഒരു കാതും ഇതുവരെ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിൽ പോലും ഇതുവരെ അതിനെക്കുറിച്ച് ചിന്ത വന്നിട്ടില്ല. അങ്ങനെ ചിന്തിച്ച് ഊഹിക്കാൻ പോലും പറ്റാത്ത സൗകര്യങ്ങളാണ് ഒരു സ്വാലിഹായ അടിമക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് നബി തങ്ങൾ പറയുണ്ടായി, നിങ്ങൾ ഓതുക, വിശുദ്ധ ഖുർആനിൽ ഇല്ലേ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ഒരു
അനുഗ്രഹം അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൺ കുളിർമയാകും, അവർ സന്തോഷിക്കും. അങ്ങനെയുള്ള അനുഗ്രഹമാണ്. അതവര് പ്രവർത്തിച്ചതിന്റെ നന്മയാണെന്ന് അറിഞ്ഞു. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അധികം ആൾക്കാരും വിചാരിക്കുന്നത് ദുനിയാവ് നമ്മൾ പ്രവർത്തിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കണം, ആഖിറ ഭാഗ്യത്തിൽ കിട്ടുന്നതാണെന്നാ. പക്ഷെ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് അങ്ങനെയല്ല. ദുനിയാവാണ് ഭാഗ്യത്തിൽ കിട്ടുന്നത്. ആഖിറം ദുനിയാവ് അല്ലാഹു നിശ്ചയിച്ചതേ കിട്ടുള്ളൂ ഒരു മനുഷ്യൻ. പക്ഷെ ആഖിറം ഒരാൾ അധ്വാനിച്ചതാണ് കിട്ടുക. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആഖിറത്തിൽ വിജയം ഉറപ്പാണ് എന്ന് അള്ളാഹു ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നതായി കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി ഉറഫാ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ. അതിന്റെ ഉള്ളിൽ നിന്നും പുറം കാണും, പുറത്തുനിന്ന് ഉള്ളു കാണും. അതിന്റെ ഉടമക്ക് അള്ളാഹ് നൽകുന്ന അനുഗ്രഹമാണ്. പുറത്തുനിന്ന് ഉള്ളു കാണും, ഉള്ളിൽ നിന്ന് പുറം കാണും, മറ്റാർക്കും കാണുകയില്ല. അതാർക്കാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലിമൻ അത്അമ തആം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്കുള്ളതാണ്. വഅദാമ സിയാം, സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, വലീനുൽ കലാം, മയമായ പ്രകൃതം, മയമായ സംസാരം, നല്ല പെരുമാറ്റം, ഭാര്യയോട്, മക്കളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട് നല്ല പെരുമാറ്റമാണ്, നല്ല മയമായ പ്രകൃതമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. ഈ 4 ഗുണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു ഒരുക്കി വെച്ചതാണ് ആ സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അധ്വാനിക്കാനും പരിശ്രമിക്കാനും ആഖിറത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് പറ്റുന്ന അമലുകൾ ചെയ്ത് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരുങ്ങണം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരു മനുഷ്യന്റെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ പിന്നോട്ടേക്കോ മുന്നോട്ടേക്കോ ആക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവന് അല്പം പോലും താമസം നൽകപ്പെടുകയില്ല, ഉടനടി പോകണം. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി മൗലവി മമ്മൂട്ടി ഉസ്താദ് അള്ളാഹുലേക്ക് യാത്രയായി. വളരെ ചെറിയ പ്രായമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗത്തിന്റെ പട്ടി വിരിച്ചു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ. വളരെ നല്ല രീതിയിലുള്ള മരണം. ഇന്നലത്തെ മഗ്രിബിന്റെ സമയത്തുള്ള യാത്രയായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഖബറടക്കം നടന്നു കഴിഞ്ഞു. ബഹുമാനികളെ, നമ്മൾ കൊതിച്ചു പോകും. ഏറ്റവും നല്ല രീതി നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം കിടക്കുകയാണ്, നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം വീഴുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല. അതേ പോക്ക് അള്ളാഹുലേക്ക് യാത്രയായി. അതുകൊണ്ട് നല്ല മരണങ്ങൾ കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ നല്ല മരണങ്ങൾ ഉണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അദ്ദേഹം ചെയ്ത നല്ല അമലുകൾ എന്തൊക്കെയാണ് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹുലേക്ക് മടങ്ങാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതം നന്നാക്കാനും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുവാനും ദുനിയാവിലും ആഖിറത്തിലും വിജയികൾ ഉൾപ്പെടാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.